കോടമഞ്ഞ് വാരി പുണർന്നു നിൽക്കുന്ന പ്രകൃതി. നമ്മൾക്ക് ഇവിടെ എത്തിയാൽ നമ്മൾ എവിടെയാണ് എത്തിയതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള സ്ഥലം. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അടുത്തെത്തിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയും മനോഹരമായ സ്ഥലമാണ്. കുടജാദ്രിയിലോട്ടുള്ള യാത്രയും അതുപോലെ കുടജാദ്രിയും ഒന്നും നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. വർണ്ണിക്കാൻ അപ്പുറമാണ്. വർണ്ണനാതീതമായ കാഴ്ചകളാണ് ഇവിടെ. പ്രകൃതി ഇങ്ങനെ പുതച്ച് കിടക്കുകയാണ് കമ്മൽ പൂച്ചെടികളൊക്കെ. ഒരിക്കലും നമുക്ക് വർണ്ണനയ്ക്കപ്പുറത്തായ പ്രകൃതി ഭംഗി ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കുടജാദ്രി. അങ്ങനെ ഞങ്ങൾ കുടജാദ്രിയിലോട്ടുള്ള യാത്രയാണ്. മൂകാംബികയിൽ നിന്ന് ഞങ്ങൾ ജീപ്പിലാണ് യാത്ര. ജീപ്പിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പോകാൻ സൗകര്യമുള്ളൂ. ജീപ്പ് യാത്രയ്ക്കായി 3500 രൂപയാണ് അവർ ഞങ്ങളോട് വാങ്ങിച്ചിരിക്കുന്നത്. ഞാനും ഗിരീഷേട്ടനും അങ്കിത്തും ഇതുകൂടാതെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനും കൂടിയായ അജയൻ സാറും ഭാര്യയും അമ്മയും മകനും കൂടിയുള്ള അതിമനോഹരമായ ഒരു യാത്ര. പ്രകൃതി അങ്ങനെ കനിഞ്ഞ് കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഭംഗി മുഴുവൻ. അങ്ങനെ ഞങ്ങൾ വളരെയധികം ദുർഘടം പിടിച്ച വഴികളിലൂടെ ജീപ്പിലുള്ള യാത്ര വളരെയധികം അസൗകര്യവും പേടിയും. ഒരു സ്ഥലത്തിരുന്നാൽ നമ്മൾ നേരെ മുമ്പിലോട്ടെറിയും താഴോട്ടെറിയും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ കുടജാദ്രി ശ്രീമൂലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതാ വളരെ മനോഹരമായൊരു കുളം ശ്രീമൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെയധികം ഭംഗിയാണ്. സൈഡിലൂടെയൊക്കെ ഒത്തിരി വെള്ളങ്ങൾ ഒക്കെ ഒഴുകി കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഞ്ചമൂല ഗണപതിയെ വണങ്ങിയതിന് ശേഷമാണ് മുകളിലോട്ടുള്ള യാത്ര. മുകളിലോട്ടുള്ള യാത്ര വളരെയധികം ദുർഘടം പിടിച്ച ഒരു യാത്രയാണ്. ഉരുളൻകല്ലുകളാണ് കേട്ടോ ഭയങ്കരമായിട്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇരുവശത്തും വളരെയധികം കുറ്റിക്കാടുകളും കുറ്റിച്ചെടികളും പിന്നെ ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ മുകളിലോട്ട് എത്തിയ വിധ പ്രകൃതി ഭംഗി ഇങ്ങനെ കനിഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം. എനിക്ക് പെട്ടെന്ന് തോന്നി ഞാനിവിടെ എത്തിയിരിക്കുന്നത് സ്വർഗത്തിലാണോ എന്നുള്ളത്. നമ്മളിങ്ങനെ സ്വർഗത്തിൻ്റെ മനസ്സിലിരിക്കുന്ന സ്വർഗത്തിൻ്റെ രൂപങ്ങളൊക്കെയാണ് എനിക്കിവിടെ തോന്നിയിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും സ്വർഗം എന്നുള്ള എൻ്റെ ഭാവനയാണ് ഞാനിവിടെ കണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി. അത്രത്തോളം മനോഹരം. എനിക്കിതിനെ വർണ്ണിക്കാൻ സാധ്യമല്ല. ഇവിടെ പോകാതിരുന്നാൽ അത്രത്തോളം നഷ്ടം. നമ്മുടെ ജീവിതം തന്നെ ഒരു നഷ്ടമാണെന്ന് തോന്നുന്ന രീതിയിലാണ് പ്രകൃതി ഇങ്ങനെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും കോടമഞ്ഞ് തന്നെയാണ്. എപ്പം മഴ വരും ഇപ്പോൾ പെയ്യും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രകൃതി ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്ന് പ്രകൃതി നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുകളിലോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും മുകളിലോട്ട് കയറുന്ന സമയത്തൊക്കെ വളരെയധികം ദുർഘടം പിടിച്ച വഴികളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ കുറ്റിക്കാടുകളും പിന്നെ വളരെയധികം പച്ചപ്പെന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നും വേണ്ട, ഹൃദയം അങ്ങോട്ട് പറിച്ചെടുക്കാൻ തോന്നുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന പച്ചപ്പുകളും നമ്മൾ പണ്ട് കണ്ട കുഞ്ഞു പുഷ്പങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒന്നും പറയാൻ വേണ്ട കേട്ടോ. പ്രകൃതിയെ വർണ്ണിക്കാനും പുതിയ വേഴ്സുകളിലൂടെയൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ വരുന്ന രീതിയിൽ വളരെയധികം മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇങ്ങോട്ടുള്ള യാത്ര പിന്നെയും പറയാം വളരെയധികം ദുർഘടം പിടിച്ച് തന്നെയാണ്. ചെറിയ വഴികളുടെ താഴെ കുത്തനെയുള്ള കുറ്റിക്കാടുകളും കോട്ടയും പിന്നെ അതുപോലെ തന്നെ കൊക്കയും ഒക്കെയാണ്. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വേണം നമ്മൾ മുകളിലോട്ട് യാത്ര ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എങ്ങനെ പോയാലും നമ്മൾ ലാസ്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന് പറയുമ്പം നമ്മൾ താണ്ടിയ വഴികളിലെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ മനസ്സിനോ ശരീരത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് വീണ്ടും അത്ഭുതങ്ങളായി തോന്നിയത് നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ശരീരാവസ്ഥയിലുള്ള ഞാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കുത്തനെയുള്ള റോഡുകളും അതുകൂടാതെ ഉരുളൻകല്ലുകളുള്ള റോഡുകളിലൂടെയും ഒക്കെ നടന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ പ്രകൃതിയെ നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് പ്രകൃതിയുടെ കാഴ്ചകൾ വളരെ മനോഹരമായ രീതിയിൽ കണ്ട് അങ്ങനെ മുകളിലോട്ട് എത്താൻ എനിക്ക് സാധിച്ചു. അങ്ങനെ മുകളിലെത്തി ആ സമയം നോക്കുമ്പോൾ ആ ഉരുണ്ടുകൂടി പുതച്ച് കിടക്കുന്ന ആ കോടമഞ്ഞ് എല്ലാം കൂടി ചെറുതായിട്ടൊരു മഴയുടെ രൂപത്തിലോട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ എല്ലാവരെയും പനിനീര് തളിച്ച് സ്വീകരിച്ച പോലെ ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെ അതാ ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ സ്വന്തം സർവജ്ഞപീഠത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ശങ്കരാചാര്യർ തപസ്സിരുന്ന ധ്യാനത്തിലിരുന്ന നമ്മുടെ സർവജ്ഞപീഠത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വളരെയധികം മനോഹരമായ മനസ്സോടുകൂടിയും വളരെയധികം മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും
ഇറക്കി വെച്ച് നല്ല ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലൂടെ നമ്മൾക്ക് കടന്നു പോകും. എൻ്റെ അനുഭവം ആണ് ഞാൻ പറയുന്നത്. ഓരോ ആൾക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഓരോ കാഴ്ചകളും ഓരോ മനോഹാരിതയുമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ആവോളം ഭംഗി നുകർന്ന് ആവോളം കാര്യങ്ങൾ കണ്ട് പ്രകൃതി നന്നായി നമ്മൾ ആസ്വദിച്ച് നമ്മൾ വീണ്ടും അവിടുന്ന് മലയിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. മലയിറങ്ങാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒത്തിരി അധികം ശ്രദ്ധയും വേണം. എന്നാലും നമ്മളുടെ മനസ്സ് നിറഞ്ഞ് നമ്മൾ കാഴ്ചകൾ കണ്ട് കുളിരണിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ആ യാത്രയ്ക്ക് മറ്റേത് യാത്രയെ കഴിഞ്ഞ് കൂടുതൽ പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ മനസ്സിന് സമ്പാദിക്കാനും നമ്മളുടെ തലയ്ക്ക് നല്ലൊരു സമാധാനം കിട്ടുന്ന കാഴ്ചകളിലൂടെയും അന്തരീക്ഷത്തിലൂടെയും കടന്ന് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി ഇതാ ഈ ഭാഗത്തൊക്കെ കണ്ടോ നല്ല ഒന്നാന്തരം തെളിനീരിങ്ങനെ ഒഴുകി വരികയാണ്. ആ വെള്ളത്തിലൊക്കെ നമ്മളൊന്ന് കാലുകൾ വെച്ചാൽ ഐസ് പ്ലാന്റിൽ പോയി തൊട്ട പോലത്തിനൊരു അവസ്ഥയും. അങ്ങനെ അതിലൂടെയൊക്കെ ഒന്നും കൂടി നമ്മൾ നിവർന്ന് എല്ലായിടത്തും അങ്ങ് നോക്കി പ്രകൃതിയെ നന്നായിട്ട് ആസ്വദിച്ചു. അപ്പോഴേക്കും അത് ആ കോടമഞ്ഞ് മൊത്തം കുടജാദ്രിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കുടജാദ്രിയെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി എനിക്ക് അടുത്ത വർഷം ഇവിടെ വരാൻ സാധിക്കണേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ്ടും ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീപ്പ് കണ്ടുപിടിച്ച് അതിൽ കയറിയിരിക്കുന്നു. ജീപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം ദുർഘടം പിടിച്ച യാത്രയാണ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം.